267ാമത് പോപ്പിനെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് മെയ് 7-നാണ് ആരംഭിക്കുക. വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിൽ തീരുമാനമായിരുന്നു. സിസ്റ്റൽ ചാപ്പലിലാണ് കോൺക്ലേവ് നടക്കുക. 135 കർദിനാൾമാർക്ക് വോട്ടവകാശമുണ്ട്. ഇതിൽ 4 പേർ ഭാരതത്തിൽ നിന്നുള്ളവരും. 2013-ലാണ് ഇതിനു മുൻപ് സമാനമായ കോൺക്ലേവ് നടന്നത്. ഐസൻ ജോസ് വിവരങ്ങൾ നൽകും. ഐസൻ, വിശദാംശങ്ങൾ. തീർച്ചയായും മനു, ഈ കോൺക്ലേവ് നടക്കുന്നത്, പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് നടക്കുന്നത്, അത് ആരംഭിക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ്. നേരത്തെ പലതവണ സൂചിപ്പിച്ചതുപോലെ പോപ്പിൻ്റെ മരണശേഷം, അതായത് ഏതെങ്കിലും ഒരു പോപ്പ് മരിക്കുകയാണെങ്കിൽ ആ മരിച്ചതിന് ശേഷം 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ കോൺക്ലേവുകൾ ആരംഭിച്ച് അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കണമെന്നാണ് ഒരു അലിഖിതമായൊരു ചട്ടം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ലിഖിതമായി തന്നെ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ചട്ടം നിലനിൽക്കുന്നത്. ആ പോപ്പിൻ്റെ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ്. 21-ന് അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പ മരണപ്പെട്ട് ഇപ്പോൾ 5-ാം തീയതി അല്ലെങ്കിൽ 5-6 തീയതികളിൽ തന്നെ ആ ദിവസം തികയും 7-ാം തീയതി ഇത് ആരംഭിക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7-ാം തീയതി ആരംഭിച്ച് 2-3 ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ചില ഷോർട്ട് ലിസ്റ്റുകളെല്ലാം തന്നെ വരുന്നുണ്ട് എങ്കിൽ കൂടി അതിൻ്റെ ആധികാരികതയൊന്നും ഇപ്പോൾ നിലവിൽ പറയാവുന്ന സാഹചര്യമില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഏറ്റവും സുപ്രധാനമായ മറ്റു ചില ഘടകങ്ങളുണ്ട്. 135ഓളം അംഗങ്ങൾ, 80 വയസ്സിന് താഴെയുള്ള കർദിനാൾമാരുടെ 135 പേരാണ് വോട്ട് ചെയ്യാൻ അവകാശമുള്ളത്. അത്തരത്തിൽ വോട്ട് ചെയ്യാൻ അവകാശമുള്ളവർ സിസ്റ്റൈൻ ചാപ്പലിലെത്തി കോൺക്ലേവിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുക എന്നാണ് ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അത്തരത്തിൽ വോട്ട് ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും വോട്ട് ചെയ്യുകയും ആ വോട്ട് ചെയ്തതിന് ശേഷം 3/2 ഭൂരിപക്ഷത്തോടെ അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കണമെന്നാണ് ഇതിൻ്റെ ഒരു ചട്ടം എന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷത്തോടെ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അന്നത്തെ ദിവസം അന്ന് നടന്ന രേഖകളും വോട്ടെടുപ്പ് ബാലറ്റുകളും അതുപോലെ അനുബന്ധ രേഖകളും വക്കോലും കുറച്ച് മറ്റു രാസവസ്തുക്കളും ചേർത്ത് അത് കത്തിക്കുകയും ചെയ്യും. സ്വാഭാവികമായും ആ പുക കറുത്ത നിറത്തിലുള്ളൊരു പുകയായി ചിമ്മിനിയിലൂടെ പുറത്തു വരികയും ചെയ്യും. അതാണ് ഈ കറുത്ത പുക വരുമ്പോൾ പോപ്പിനെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അതുപോലെ തന്നെ ഈ രാസവസ്തുക്കൾ ചേർക്കുന്നത് ഒഴിവാക്കിയും അതുപോലെയുള്ള ചില രീതികളിൽ അത് കത്തിക്കുകയായിരിക്കും പോപ്പിനെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ബാലറ്റുകളിൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഉയരുന്ന പുക വെളുത്ത നിറത്തിലായിരിക്കും. ഈ വെളുത്ത നിറത്തിലുള്ള പുക ഉയരുന്നതാണ് ലോകത്തിനുള്ള സന്ദേശം. അതുകൊണ്ട് തന്നെയാണ് ആ വെളുത്ത നിറത്തിലുള്ള പുക നിലനിർത്തുന്നത്, ആ സന്ദേശം നിലനിർത്തുന്നത്. ആ ഒരു സന്ദേശമാണ് പോപ്പിനെ തിരഞ്ഞെടുത്തു എന്ന് അറിയിക്കുന്നത്. പിന്നീട് അത് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. അത്തരത്തിലുള്ള നീക്കങ്ങൾ 2-3 ദിവസത്തിനകം തീരുമാനമാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി 2013-ലാണ് അവസാനമായി ഇത്തരത്തിലൊരു കോൺക്ലേവ് നടന്നത്. ഇനി അടുത്ത കോൺക്ലേവ് നടക്കുന്നതോടെ വീണ്ടും അതൊരു ചരിത്രമാകാൻ പോവുകയാണ്. മറ്റു പല ചരിത്ര സ്വഭാവങ്ങളും ഈ പുതിയ പോപ്പിൻ്റെ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നൊരു സൂചന പുറത്തു വരുന്നത് സ്ഥിരീകരിക്കാവുന്നതുമാണ്. അനു, ശരി.